എല്ലാവർക്കും സൈലൻസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാലാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ കീ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നമുക്ക് ഇപ്രാവശ്യം ഡെസിമൽ നമ്പേഴ്സ് ആയിരുന്നു മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് അല്ലെ? ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും ആയിരുന്നു ഫോക്കസ് ചെയ്തത്. സോ ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കിയത് അല്ലെ? 0.0142 പ്ലസ് 0.2543 പ്ലസ് 0.5204 പ്ലസ് 0.2111 എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്സ് അറിയാതെ മാത്സ് ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ പ്യോർ ബേസിക്സ് പഠിച്ചാൽ മാത്രമേ വലിയ വലിയ കണക്കുകൾ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മളൊപ്പം തന്നെ ബേസ് ഇല്ലാത്ത ചില ആളുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ ആ ബേസിന് ഒന്നുകൂടെ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൾ പറ്റാം അല്ലെ? മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും. ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പ്യൂട്ടർ ഒന്നും അല്ല അല്ലെ? സോ അതുകൊണ്ട് തന്നെ തെറ്റുകൾ പറ്റാം. അപ്പൊ നമ്മൾ ആ പണ്ട് പഠിച്ച സാധനമാണ് ഇതൊക്കെ. അപ്പൊ അതൊന്നും കൂടെ റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് പോയിന്റ് സംഖ്യകളെ കൂട്ടുമ്പോഴുള്ള ഏറ്റവും മെയിൻ ആയിട്ട് ഘടകം എന്താണ്? പോയിന്റിന് താഴെ പോയിന്റ് വരുന്ന പോലെ എഴുതി കൂട്ടണം എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരിക? ഇവിടെ പോയിന്റ് 0142 അല്ലെ പ്ലസ് പോയിന്റ് 2543 അല്ലെ പ്ലസ് എത്ര വരും? പോയിന്റ് 5204. അതായത് ഇത്ര മാത്രമാണ് പോയിന്റ് താഴെ പോയിന്റ് വരുന്ന പോലെ. ഇപ്പൊ ഇവിടെ എഴുതിക്കണല്ലേ പോയിന്റ് ഓരോന്നിനും താഴെ പോയിന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അടുത്ത 0.2111 എഴുതുമ്പോഴും ഇതേപോലെ തന്നെ 0 ഇവിടെ പോയിന്റ് എഴുതുക, ദെൻ 2111 അല്ലെ? ഇതെല്ലാം കൂടെ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ 2 3 5 5 4 9 1 ത്തിന് 0 അല്ലെ? ബാക്കി ഒന്ന് ശിഷ്ടം ഇപ്പുറത്ത് വരും അല്ലെ? 4 1 5 5 4 9 9 1 ത്തിന് again 0 ബാക്കി ഒന്ന് ശിഷ്ടം അല്ലെ? 1 1 2 2 5 7 7 2 9 1 then ബാക്കി വീണ്ടും ഒന്ന് ശിഷ്ടം ഇവിടെ അല്ലെ? 1 2 3 3 5 8 2 10 again 0 വരും അല്ലെ? ബാക്കി ഒന്ന് ഇപ്പുറത്ത് വീണ്ടും വരും, പോയിന്റ് താഴെ പോയിന്റ് ഇട്ടു, then ആ ഒന്നിന് അതേപോലെ താഴേക്ക് എഴുതുക. സോ 1.0000 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരിക. സോ ദാറ്റ് മീൻസ് 1 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ പോയിന്റ് സംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ പോയിന്റിന് താഴെ പോയിന്റ് എഴുതിയതിനു ശേഷം അതിനെ കൂട്ടുകയാണെങ്കിൽ കൂട്ടാം, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം എന്നുള്ള സാധനം മനസ്സിലാക്കിയാൽ മതി അല്ലെ? അപ്പൊ പോയിന്റ് താഴെ പോയിന്റ് വരണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് പോയിന്റ് സംഖ്യകളെ ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടാൻ വേണ്ടി പറ്റും അല്ലെ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 0.09 ഡിവൈഡഡ് ബൈ 0.003 ഡിവിഷൻ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം അല്ലെ? അപ്പൊ നമുക്ക് ഇത് എന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, 0.003 എന്ന് താഴെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡിവിഷനിൽ ഡിവൈഡഡ് ബൈക്ക് ശേഷം എന്ത് വരാൻ പാടില്ല? പോയിന്റ് സംഖ്യ വരാൻ പാടില്ല. അങ്ങനെ പോയിന്റ് സംഖ്യ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും 10 കൊണ്ട് ഗുണിക്കണം, 100 കൊണ്ട് ഗുണിക്കണം, 1000 കൊണ്ട് ഗുണിക്കണം, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും അല്ല ചെയ്യേണ്ടത്. അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എത്തുന്നത് ഇവിടേക്ക് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ 1 2 സ്റ്റെപ്പുകൾ അങ്ങോട്ട് കട്ട് ഷോട്ട് ചെയ്യാണ്, അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ താഴെ നിങ്ങൾ നോക്കുക 0.009 ഡിവൈഡ് ബൈ 0.003 എന്ന് പറയുമ്പോൾ താഴെ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് വന്നിട്ടുണ്ട് എന്ന് നോക്കാം. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റാ വന്നിട്ടുള്ളത്? 3 ഡിജിറ്റ് ഉണ്ട് അല്ലെ? സോ ആ 3 ഡിജിറ്റ് കളഞ്ഞ് പോയിന്റ് ഒരിക്കലും അവിടെ താഴെ വരാൻ പാടില്ല. അപ്പൊ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യ എഴുതണമെങ്കിൽ ആ 3 സ്ഥാനങ്ങൾ എങ്ങോട്ട് മാറണം? റൈറ്റിലേക്ക് മാറണം അല്ലെ? എന്നാലല്ലേ നമുക്ക് താഴെ 3 എന്ന് മാത്രമായിട്ട് എഴുതാൻ പറ്റാം. അപ്പൊ അത് അങ്ങനെ എഴുതണമെങ്കിൽ 3 സ്ഥാനം മാറണം. അപ്പൊ അതേ 3 സ്ഥാനങ്ങൾ നമ്മുടെ മുകളിലും മാറണം. ഓക്കെ, അപ്പൊ ഇവിടെ മാറാൻ വേണ്ടിയിട്ട് 1 2 സ്ഥാനം ഉള്ളൂ. മൂന്നാമത്തെ സ്ഥാനത്തിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കാം? 0 എന്നിട്ട് കൊടുക്കാം. അപ്പൊ 0.090 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാറും എന്താ വരിക? 90 എന്ന് വരും, 90 എന്ന് വരും അല്ലെ? സോ അത്രേ ഉള്ളൂ. പോയിന്റിന് ശേഷം എത്ര സ്ഥാനങ്ങൾ? 3 സ്ഥാനങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് 3 സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ 90 എന്ന് എഴുതാം. അതായത് താഴെ 3 സ്ഥാനങ്ങൾ മാറണം, അതേ 3 സ്ഥാനങ്ങൾ മുകളിലും മാറണം. അപ്പൊ അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ മാറ്റാൻ പോയിന്റ് സ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക, എന്നിട്ട് മാറ്റി എഴുതുക. ഓക്കെ, അപ്പൊ 90/3 90/3 ആൻസർ എത്രയാ? 30 ആണ് അല്ലെ? ഇനി നമ്മൾ പോയിന്റ് തിരിച്ചിട്ട് കൊടുക്കാൻ ഒന്നിനും നിൽക്കണ്ട കേട്ടോ. നമ്മൾ താഴെ എത്ര പോയിന്റ് മാറ്റിയോ അത്രയും പോയിന്റുകൾ മുകളിൽ മാറ്റുക, എന്നിട്ട് കിട്ടുന്ന സംഭവത്തിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഹിയർ ദ ആൻസർ ഈസ് 30. 30 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 16.16 ഡിവൈഡഡ് ബൈ 0.8. എഗെയിൻ നമുക്കറിയാം ഇവിടെ പോയിന്റിന് ശേഷം എന്ത് വരാൻ പാടില്ല? പോയിന്റ് സംഖ്യ വരാനേ പാടില്ല താഴെ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം മാറ്റണം അല്ലെ? അപ്പൊ ഒരു സ്ഥാനം മാറ്റി ഇവിടെ താഴെ എന്ത് വരും? 8 എന്ന് വരും അല്ലെ? അതേപോലെ മുകളിലും ഒരു സ്ഥാനം മാറ്റാം. സോ അപ്പൊ എത്ര വരും? 16.16 സോറി 16.16 ഒരു സ്ഥാനം മാറ്റി കഴിഞ്ഞാൽ എത്ര വരിക? 161.6 എന്ന് വരും അല്ലെ? സോ ദാറ്റ് മീൻസ് 161.6 ഡിവൈഡഡ് ബൈ 8 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴെ പോയിന്റ് ഇല്ലാണ്ട് ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹരിക്കുന്ന പോലെ ഹരിക്കാം.
16ൽ 8 നമുക്കറിയാം എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും അല്ലെ? 7 8 16. പിന്നെ 1ൽ പോയിട്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കയറ്റി എഴുതണം? 0 കയറ്റി എഴുതണം. എന്നതിന് ശേഷം ഈ പോയിന്റിന് അതേപോലെ കയറ്റി എഴുതാം. എന്നിട്ട് ഈ 6ഉം കൂടെ ഇറക്കി എഴുതാം. അപ്പൊ 1ഉം 6ഉം പോയിന്റിന് നമ്മൾ എന്തായാലും ഇവിടെ പോയിന്റ് കയറ്റി എഴുതി. അപ്പൊ 1.6 എന്നൊന്നും വായിക്കണ്ട. ആ പോയിന്റ് നമ്മളിവിടെ കയറ്റി എഴുതി. 16 എന്ന് വായിക്കാം. അതായത് ശിഷ്ടം 1 പ്ലസ് 6. അപ്പൊ 1 പ്ലസ് 6 1ഉം 6ഉം കൂടെ ചേർത്ത് 16 എന്ന് വായിക്കാം. 16ൽ 8 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. സോ ദ ആൻസർ ഈസ് 20.2. ക്ലിയർ? അപ്പൊ എന്താ ചെയ്ത? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം താഴെ പോയിന്റ് ഉണ്ടായിരുന്നു, അതിനെ കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനം മാറ്റണം. അപ്പൊ മുകളിലും ഒരു സ്ഥാനം മാറ്റാം. ദാറ്റ് ഈസ് 161.6 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. സോ അതിനെ ചെറുതാക്കാം. അപ്പൊ നമ്മൾ അതിനെ ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? 20.2 എന്നായിരിക്കും ആൻസർ വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഇപ്പൊ 2 ഡിവിഷൻ ഒരു പ്ലസ് മൈനസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. മൈനസ് ചെയ്യുമ്പോഴും ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യേണ്ട കേസ്. 12.578 നമ്മൾ ആദ്യം എഴുതി അല്ലെ? എന്നിട്ട് നമ്മൾ പോയിന്റ് താഴെ പോയിന്റ് വരുന്ന പോലെ അടുത്ത നമ്പറിനെ എഴുതാം. അപ്പൊ എത്ര ഇടും? 5.5246 എന്ന് നമ്മൾ എഴുതി അല്ലെ? എന്നിട്ട് ഇവിടെ ഈ ഇല്ലാത്ത സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് മൈനസ് ചെയ്യാം. സോ നോക്കൂ, 0 6 പോവോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ എവിടെ നിന്ന് കടമെടുക്കണം? ഇവിടെ നിന്ന് കടമെടുക്കണം. ഇവിടെ 7 ആയി. ഇവിടെ 0 ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 6 അതേപോലെ താഴേക്ക് ഇറക്കി എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ അതുണ്ടാവരുത്. 10 4 പോയാൽ എത്ര വരിക? 4 വരും അല്ലെ? 7 4 പോയാൽ 3, 7 2 പോയാൽ 5, then 5 5 പോയാൽ 0, 12 5 പോയാൽ 7. സോ ദ ആൻസർ ഈസ് 7.0534 അല്ലെ? സോ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയിലേക്കോ ബിയിലേക്കോ പോകാനുള്ള സാധ്യതകളുണ്ട്. 6നെ അതേപോലെ ഇറക്കി എഴുതി കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ആ 0 ഇട്ട് കൊടുക്കാതിരിക്കരുത്. അതിന് തന്നെ ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗുണിക്കലുണ്ട്, ഹരിക്കലുണ്ട് അല്ലെ? ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. 0.068 into 1.1 into 0.42 divided by 0.017 into 8.8 into 0.007 അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വെട്ടി ചെറുതാക്കാം. മുകളിൽ മുഴുവൻ ഗുണനം, താഴെ മുഴുവൻ ഗുണനം ഡിവിഷൻ ഇടയിൽ വരികയാണെങ്കിൽ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ ചെറുതാക്കാം. ഇവിടെ നമുക്ക് എന്തിനെയൊക്കെ ചെറുതാക്കാം? 1.1നെയും 8.8നെയും ചെറുതാക്കാൻ പറ്റില്ലേ? 1.1 ഇൻറ്റു എത്രയായിരിക്കും 8.8? 11 ഇൻറ്റു എത്രയാണ്? 88 അല്ലെ? 11 ഇൻറ്റു 8 ആണ് 88 അല്ലെ? സോ അതേപോലെ അങ്ങനെയാണെങ്കിൽ 1.1 ഇൻറ്റു 8 എത്രയായിരിക്കും? 1.1 ഇൻറ്റു 8 നമ്മൾ എങ്ങനെ ഗുണിക്കാം? നമ്മൾ സാധാരണ പോയിന്റ് ഒഴിവാക്കി ഗുണിച്ചിട്ട് നമ്മൾ എത്ര പോയിന്റ് മാറ്റുമോ അത്രയും പോയിന്റ് തിരിച്ചിട്ട് ഗുണിക്കും അല്ലെ? ഇപ്പൊ ഇവിടുന്ന് നമ്മൾ പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുമ്പോൾ 11 എന്ന് വായിക്കണമെങ്കിൽ 11 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 88 ആണ്. സോ ഒരു പോയിന്റ് ആണ് മാറ്റിയത്. സോ ദാറ്റ് മീൻസ് 8.8 എന്നായിരിക്കും വരിക അല്ലെ? സോ ദാറ്റ് മീൻസ് ഇവിടെ എത്ര പ്രാവശ്യം പോയി? 8 പ്രാവശ്യം പോയി. ഓക്കെ, ഇനി അടുത്തതോ? അടുത്തതിന് നമ്മൾ നോക്കേണ്ടത് ഇവിടെയാണ്. 0.007ഉം 0.42ഉം 7നെ 6 കൊണ്ട് ഗുണിച്ചാൽ 42 ആണെന്ന് നമുക്കറിയാം അല്ലെ? സോ 0.007നെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും വരിക? 0.007നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്രയായിരിക്കും വരിക? 7 ഇൻറ്റു 6 ഗുണിച്ചു 42 എന്ന് എഴുതി അല്ലെ? എന്നിട്ട് എത്ര സ്ഥാനം മാറ്റി കുത്തരണം? ഇവിടെ 3 സ്ഥാനമാണ്. 3 സ്ഥാനം മാറ്റി കുത്തരുമ്പോൾ 0.042 എന്നാ വരിക അല്ലെ? അപ്പൊ അത് 0.42 എന്ന് ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എത്ര കൊണ്ടായിരിക്കും ഗുണിക്കേണ്ടി വരിക? ജസ്റ്റ് 60 കൊണ്ടാണ് ഗുണിക്കുന്നെങ്കിൽ എത്രയായിരിക്കും വരിക? 60 കൊണ്ടാണ് നമ്മുടെ ഗുണിക്കുന്നെങ്കിൽ 0.007 നമ്മൾ 60 കൊണ്ടാണ് ഗുണിക്കുന്നെങ്കിൽ എത്രയായിരിക്കും ആൻസർ വരിക? എന്ത് വരും? 7 ഇൻറ്റു 60 420 എന്ന് വരും. എന്നിട്ട് 3 സ്ഥാനം മാറ്റി കുത്തുമ്പോൾ എത്ര വരിക? 0.420 അഥവാ 0.42 എന്നല്ലേ വരിക? 0.007നെ എത്ര കൊണ്ട് ഗുണിച്ചാണ് 0.42? 60 കൊണ്ട് ഗുണിച്ചതാണ് 0.42. ഓക്കെ, സോ ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. ആദ്യം എന്ത് ചെയ്യാം? ജസ്റ്റ് 7നെ എന്തുകൊണ്ട് ഗുണിച്ചാലും 42 കിട്ടാൻ നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ നോക്കൂ. 0.017 0.068 17നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 68 കിട്ടുക. അതിലെ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. 17 4 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എത്ര കിട്ടുക? 68 എന്ന് കിട്ടാം. ഓക്കെ, അപ്പം 0.017നെ എത്ര കൊണ്ട് ഗുണിച്ചാലായിരിക്കും? 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും കിട്ടുക എന്ന് ആലോചിച്ചേ. 0.017നെ 4 കൊണ്ട് ഗുണിച്ചാൽ 17 ഇൻറ്റു 4 68 എന്ന് ആദ്യം എഴുതും അല്ലെ? എന്നിട്ട് ഇവിടെ 3 സ്ഥാനങ്ങളായിരുന്നു മാറ്റിയത്. അതേപോലെ 1 2 മൂന്നാമത്തെ സ്ഥാനം മാറ്റുമ്പോൾ 0 ഇട്ട് കൊടുക്കും. 0.068 കറക്റ്റ് തന്നെയല്ലേ? യെസ്, അതെ അല്ലെ? 0.017നെ 0.068 എന്ന് പറയുന്ന 4 പ്രാവശ്യം ഗുണിച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഇനി നോക്കൂ, 4 8 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം അല്ലെ? 60ൽ എത്ര പ്രാവശ്യം പോവും? 30 പ്രാവശ്യം. സോ ദ ആൻസർ ഈസ് 30 ഹിയർ. ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 30 ആയിരിക്കും നമുക്ക് ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്? 40 ഇൻറ്റു 0.04 ഇൻറ്റു 0.04 ഡിവൈഡ് ബൈ 0.4 ഇൻറ്റു 0.4 ഇൻറ്റു 0.4 അല്ലെ? നമുക്കറിയാം 0.04നെ അല്ലെ? 0.4നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചായിരിക്കും 0.04? 0.4നെ എത്ര കൊണ്ട് ഗുണിച്ചായിരിക്കും 0.04? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
0.4 ഇതിന് എത്ര കൊണ്ട് 0.4നെ ഒന്നുകൊണ്ട് ഗുണിച്ച് എത്ര തന്നെ കിട്ടുക 0.4നെ കിട്ടുക അല്ലെ 0.4നെ ജസ്റ്റ് 0.1 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കി എത്ര വരിക നമ്മൾ 4 ഇൻറ്റു 1 ഗുണിച്ചു 4 എന്ന് എഴുതി രണ്ട് സ്ഥാനം മാറ്റണം രണ്ട് സ്ഥാനം മാറ്റണമെങ്കിൽ 1 രണ്ടാമത്തെ സ്ഥാനത്തിന് പകരം 0 ഇട്ട് കൊടുത്തു എന്നിട്ട് 0.04 കറക്റ്റ് അല്ലേ യെസ് അപ്പൊ എത്രയാണ് 0.4നെ 0.1 പ്രാവശ്യം ഗുണിച്ചിട്ടായിരിക്കും 0.04 കിട്ടിയിട്ടുണ്ടാവുക അതേപോലെ എഗെയിൻ അടുത്ത 0.4നെ 0.1 പ്രാവശ്യം ഗുണിച്ചിട്ടായിരിക്കും 0.04 കിട്ടിയിട്ടുണ്ടാവുക 0.4നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 40 കിട്ടാം 0.4 ഇൻറ്റു 1 എത്രയാണ് 0.4 തന്നെയാണ് അല്ലെ 0.4 ഇൻറ്റു 10 എത്രയായിരിക്കും 0.4 ഇൻറ്റു 10 0.4 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 4 ഇട്ടു എന്നിട്ട് എത്ര സ്ഥാനം 4 ഇൻറ്റു 10 എത്രയാ 40 രണ്ട് സ്ഥാനം മാറ്റിയിടുമ്പോൾ എത്ര വരിക അല്ല ഒരു സ്ഥാനം മാറ്റിയിടുമ്പോൾ എത്ര വരിക അതായത് 0.4 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഉള്ളൂ അപ്പൊ ഒരു സ്ഥാനം മാറ്റിയിടുമ്പോൾ എത്ര വരിക 4.0 അഥവാ 4 ആയിരിക്കും വരിക അല്ലെ 0.4 ഇൻറ്റു 10 ഗുണിക്കുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 10 40 അല്ലെ ഇത് ഒരു സ്ഥാനം മാറ്റുമ്പോൾ 4 എന്ന് കിട്ടും അല്ലെ നമുക്ക് 4 അല്ല വേണ്ട 40 വേണ്ട അല്ലെ അപ്പൊ വീണ്ടും അഗെയിൻ 0.4 ഇൻറ്റു 100 ഗുണിക്കുമ്പോൾ എത്ര വരിക 100 ഗുണിക്കുമ്പോൾ നമുക്കറിയാം 0.4 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വരിക 4 ഇൻറ്റു 100 400 എന്ന് വരും ദെൻ എത്ര സ്ഥാനം ഒരു സ്ഥാനം മാറ്റി ഇങ്ങോട്ട് പോയിന്റ് ഇടുമ്പോൾ 40 എന്ന് വരും അല്ലേ സോ കറക്റ്റ് അല്ലേ 40 ആണ് വരിക അപ്പൊ 0.4 ഇൻറ്റു 100 ആണ് 40 എന്ന് പറയുന്ന സാധനം അടുത്ത് 100 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 നമുക്ക് ഗുണിക്കണം അല്ലെ 100 ഇൻറ്റു 1 100 100 ഇൻറ്റു 1 അഗെയിൻ 100 നമുക്കറിയാം രണ്ട് പോയിന്റുകൾ മാറ്റിയിട്ടാണ് നമ്മൾ ഒരു പോയിന്റ് മാറ്റിയിരുന്നു സോ ജസ്റ്റ് ആ പോയിന്റുകൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും 1.00 അപ്പൊ എത്രയായിരിക്കും ആൻസർ 1 എന്നായിരിക്കും ക്ലിയർ ആണോ അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ 1 ആയിരിക്കും ആൻസർ അത് ഏത് രീതിയിൽ വേണമെങ്കിൽ വെട്ടിച്ചെറുതാക്കാം അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെട്ടിച്ചെറുതാക്കിയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം 0.04നെ കൊണ്ട് ഗുണിച്ചായിരിക്കും 0.4 അപ്പൊ താഴെ 2 10 അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം അതൊന്നും പ്രശ്നമുള്ള കേസല്ല സോ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ എത്രയായിരിക്കും കിട്ടും 1 എന്നായിരിക്കും കിട്ടുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒരു ബോക്സ് ഉണ്ട് അല്ലെ അതിനകത്ത് എന്തുണ്ട് ആപ്പിൾ ഉണ്ട് 1/10 കിലോഗ്രാം ആണ് ഓരോന്നിന്റെയും വെയിറ്റ് അല്ലെ ദ വെയിറ്റ് ഓഫ് ദ ബോക്സ് ആഫ്റ്റർ ഫില്ലിംഗ് ദ ആപ്പിൾ ഷുഡ് നോട്ട് എക്സീഡ് 4/5 കിലോഗ്രാം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ആ ബോക്സിന്റെ വെയിറ്റ് ഈ ആപ്പിൾ ആ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആപ്പിൾ 1/10 കിലോഗ്രാം ആണുള്ളത് ഇത് വെച്ച് കഴിഞ്ഞാൽ 4/5 കിലോഗ്രാമിൽ കൂടാൻ പാടില്ല അല്ലെ സോ വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ആപ്പിൾസ് ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻസൈഡ് ദ ബോക്സ് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക യെസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം 1 കിലോഗ്രാം ആപ്പിൾ ഓക്കെ ആപ്പിളിന്റെ ഒരു ആപ്പിളിന്റെ ഇത് എത്രയാ വെയിറ്റ് എത്രയാ 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം നമുക്കൊരു 5 കിലോഗ്രാമിന്റെ ബോക്സ് ആണെങ്കിൽ എത്ര ആപ്പിൾ നമുക്ക് അതിൽ വെക്കാൻ പറ്റുക 5 ആപ്പിൾ അല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്തേ മറ്റൊരു സാധനം അതായത് 2 കിലോഗ്രാം ഭാരമുള്ള എന്തോ ഒരു സാധനം ഓക്കെ നമുക്ക് ഒരു 15 കിലോഗ്രാം കൊള്ളുന്ന ഒരു ബോക്സിൽ അത് 15 കിലോഗ്രാം ആണ് ഒരു ബോക്സിന് മാക്സിമം കൊള്ളാവുന്ന ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 15 വേണ്ട ഓക്കെ ഒരു 20 ആണെന്ന് വിചാരിക്കുക 20 കിലോഗ്രാം ആണ് ഒരു മറ്റേ ബോക്സിന്റെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് 2 കിലോഗ്രാം വെച്ചിട്ടുള്ള എത്ര സാധനം വെക്കാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരാം നമ്മൾ എന്ത് ചെയ്യണം 20നെ 2 കൊണ്ട് ഹരിക്കണം അല്ലെ അതേപോലെ ഇവിടെ എന്താ ചെയ്യേണ്ടത് 4/5 കിലോഗ്രാം ആണ് ഇതിന്റെ മാക്സിമം ഭാരം അല്ലെ അപ്പൊ ആ 4/5നെ അല്ലെ 4/5നെ നമ്മൾ എന്ത് ചെയ്യണം 4/5നെ നമ്മുടെ ഒന്നിന്റെ വെയിറ്റ് ആയിട്ടുള്ള 1/10 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ അപ്പൊ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ അല്ലെ എത്ര ആപ്പിൾ ഗോൾഡ് എന്നുള്ളത് അപ്പൊ 4/5 ഡിവൈഡ് ബൈ 1/10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക 4/5 ഇൻറ്റു 1/10 തിരിച്ചിട്ട് എന്താ വരിക 10/1 അല്ലെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാം 4/5 ആദ്യം എഴുതി ഇൻറ്റു ഡിവിഷന് പകരം ഇൻറ്റു എഴുതി 1/10 തിരിച്ചിട്ടു 10/1 വന്നു നമ്മൾ ചെട്ടി ചെറുതാക്കാം 5 10 എത്ര പ്രാവശ്യം പോകും 2 പ്രാവശ്യം അപ്പൊ 4 ഇൻറ്റു 2 8/1 എന്ന് പറയുമ്പോൾ എത്ര വരിക 8 അപ്പൊ നമുക്ക് എത്ര ആപ്പിൾ ആണ് മാക്സിമം വെക്കാൻ വേണ്ടി പറ്റുക 8 ആപ്പിൾസ് ആയിരിക്കും മാക്സിമം വെക്കാൻ വേണ്ടി പറ്റുക അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക എന്നതിന് ശേഷം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ എ എന്ന് പറയുന്ന ഒരാള് 3.5 കിലോഗ്രാം ആപ്പിളും 5.25 കിലോഗ്രാം ഓറഞ്ചും വാങ്ങിച്ചു അല്ലെ എത്രയാണ് അതിന്റെ മാക്സിമം വെയിറ്റ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ 3.5യും അതായത് എന്തൊക്കെ തമ്മിൽ കൂട്ടണം 3.5 പ്ലസ് 5.25 കൂട്ടണം അല്ലെ 3.5 പ്ലസ് 5.25 ഇത് നമുക്ക് കൂട്ടാൻ നമ്മൾ എന്തൊന്നും ചെയ്യേണ്ട ഇത് മിക്സർ ഫ്രാക്ഷൻ ആണല്ലോ അപ്പൊ വേറെ എന്തെങ്കിലും രീതി ആലോചിക്കണം അതൊന്നും ആവശ്യമില്ല ജസ്റ്റ് 3ഉം 5ഉം ആദ്യം കൂട്ടാം 3ഉം 5ഉം എത്രയാ 8 അല്ലെ പിന്നെ അരയും കാലും കൂട്ടാം അരയും കാലും കൂട്ടി എത്ര കിട്ടാ അര പ്ലസ് കാല് മുക്കാലല്ലേ സോ എത്ര കിലോഗ്രാം ആണ് 8.25 കിലോഗ്രാം ആയിരിക്കും ഇവിടുത്തെ ഭാരം അപ്പൊ അരയും കാലും മുക്കാലും ഒക്കെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് കൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും മറ്റേ രീതിയിലും ഇത് തന്നെ ചെയ്താൽ മതി പക്ഷെ അവിടെ അരയും കാലും കൂട്ടുമ്പോൾ
ഇവിടുത്തെ 1/2 1/4 കൂട്ടുമ്പോൾ നമുക്ക് ഇത് അരയും കാലും ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റേ LCM മെത്തേഡോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 8.25. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻസിനെ തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലെ പൂർണ്ണസംഖ്യകളെ ആദ്യം കൂട്ടുക, അതായത് 3ഉം 5ഉം ആദ്യം കൂട്ടും, എന്നിട്ട് അതിലെ ഫ്രാക്ഷൻസിനെ തമ്മിൽ സെപ്പറേറ്റ് കൂട്ടും കേട്ടോ. കൂട്ടലും കുറക്കലും വരുമ്പോൾ ആ മെത്തേഡ് ചെയ്യാം, ഗുണിക്കലും ഹരിക്കലും വരുമ്പോൾ ആ മെത്തേഡ് മാറ്റും. ഓക്കെ ആണല്ലോ. ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ദ സം ഓഫ് എ ഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഗിവ്സ് 29/10. ഫൈൻഡ് ദ ഫ്രാക്ഷൻ എന്നായിരുന്നു ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, സം ഓഫ് എ ഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഗിവ്സ് 29/10. ഫൈൻഡ് ദ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മൾ ഇതിൽ നിങ്ങൾക്ക് തന്ന ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് 2 ടൈംസ് ഓഫ് ഇറ്റ്സ് റെസിപ്രോക്കൽ എന്നായിരുന്നു നമ്മൾ തന്നിരുന്നത്, ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി വായിക്കണേ. ദ സം ഓഫ് എ ഫ്രാക്ഷൻ, അതിന്റെ ആൻസർ കിട്ടാൻ വഴിയില്ല. സോ അത് റോങ് ക്വസ്റ്റൻ ആയിരുന്നു, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ അതിന്റെ ചോദ്യം ഇങ്ങനെ മാറ്റി വായിക്കണം. ദ സം ഓഫ് എ ഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഗീവ്സ് 29/10. ഫൈൻഡ് ദ ഫ്രാക്ഷൻ എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ദ സം ഓഫ് എ ഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഗീവ്സ് 29/10. ഫൈൻഡ് ദ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് എക്സ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. എക്സ് ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/x, അപ്പൊ അതിനെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അത് ഇത്ര കണ്ട് അങ്ങോട്ട് എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമല്ല. ഓക്കെ, ഒരുപാട് സമയം നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. അപ്പൊ എങ്ങനെ ഓപ്ഷൻ കണ്ടുപിടിക്കുക, ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സപ്പോസ് 1/5 ആണ് ഫ്രാക്ഷൻ എന്ന് വിചാരിക്കാം. അപ്പൊ 1/5 ആണ് ഫ്രാക്ഷൻ എങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 5/1. ദാറ്റ് ഈസ് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ടോ നോക്കാം, 29/10 കിട്ടുന്നുണ്ടോ നോക്കാം. ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. 1 × 1 1 പ്ലസ് 5 × 5 എന്ന് പറയുമ്പോൾ എത്രയാ, 25 ഡിവൈഡഡ് ബൈ 5 × 1 എന്ന് പറയുമ്പോൾ 5 അല്ലേ. സോ 26/5 എന്നാ കിട്ടുക അല്ലേ, 29/10 അല്ലല്ലോ, അല്ല. അപ്പൊ പിന്നെ എന്തായാലും ഓപ്ഷൻ എ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ ബി ഇട്ട് കൊടുത്ത് നോക്കാം. 2/5 ആണ് ഫ്രാക്ഷൻ എങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 5/2. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുക, 2 × 2 4 പ്ലസ് 5 × 5 25 ഡിവൈഡഡ് ബൈ 5 × 2 10 അല്ലേ, ദാറ്റ് ഈസ് 29/10. കറക്റ്റ് കിട്ടുന്നില്ലേ? യെസ്. അപ്പൊ ഏതാണ് ഫ്രാക്ഷൻ, 2/5 ആയിരിക്കും ഇവിടുത്തെ ഫ്രാക്ഷൻ. ക്ലിയർ ആണല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലിപിക റീഡ്സ് എ ബുക്ക് ഫോർ 1/3/4 അവർ എവരി ഡേ. അല്ലെ, ഒരു പുസ്തകം 1.25 മണിക്കൂർ ഒരു ദിവസം ലിപിക വായിക്കും അല്ലെ. ഷീ റീഡ്സ് എൻറ്റയർ ബുക്ക് ഇൻ 6 1/7 days. 6 ദിവസം എടുത്തിട്ടാണ് ഈ 1.25 അവർ ഓരോ ദിവസവും വായിച്ച് ലിപിക അത് വായിച്ചു തീർത്തത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ആ പുസ്തകം വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ എത്ര മണിക്കൂർ ലിപിക എടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് മാറ്റി ആലോചിക്കാം. 2 മണിക്കൂർ വെച്ച് ദിവസം വായിക്കും. നമുക്ക് ഇത് എന്താണ് ചെയ്യണം, ഇൻഡു ചെയ്യണോ, ഡിവിഷൻ ചെയ്യണോ, പ്ലസ് ചെയ്യണോ, മൈനസ് ചെയ്യണോ, അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലിപിക ഒരു പുസ്തകം എന്ത് ചെയ്യും, 2 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വായിക്കും. ദെൻ 6 ദിവസം കൊണ്ട് മൊത്തത്തിൽ വായിച്ചു തീർന്നു എന്ന് വെക്കാം. അപ്പൊ ഓരോ ദിവസവും 2 മണിക്കൂർ വെച്ച് വായിച്ചു, 6 ദിവസം കൊണ്ട് മൊത്തത്തിൽ വായിച്ചു തീർന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ എടുത്തിട്ടായിരിക്കും തീരുക, എങ്ങനെ കണ്ടുപിടിക്കും, ഓരോ മണിക്കൂർ 2 ദിവസം വെച്ചിട്ട് 2 മണിക്കൂർ വെച്ചിട്ടല്ലേ അല്ലെ. 6 ദിവസം കൊണ്ട് 6 × 2 അപ്പൊ ഇൻഡു ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആണല്ലേ. 12 മണിക്കൂർ ആയിരിക്കും മൊത്തത്തിൽ എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ എന്തൊക്കെ തമ്മിൽ ഇൻഡു ചെയ്യണം, 1.25 × 6 1/7 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ 1.25 × 6 1/7 ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത്, മിക്സഡ് ഫ്രാക്ഷൻ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിൽ നിന്ന് മാറ്റി ഫ്രാക്ഷൻ ആക്കിയതിന് ശേഷം ഇൻഡു ചെയ്തിട്ട് പിന്നെ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യാം, 1 × 4 4 4 + 3 എന്ന് പറയുമ്പോൾ 7 ബൈ 4 ആണ് ഏതെന്ന് പറയുന്ന സാധനം 1.25 എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റാം, ആദ്യം ഈ 1നെ 4 കൊണ്ട് ഗുണിക്കാം അല്ലെ, 4 എന്ന് കിട്ടും. ആ 4നെ ഈ 3 കൊണ്ട് കൂട്ടും, 4 + 3 എന്ന് പറയുമ്പോൾ 7 കിട്ടും. ഡിവൈഡഡ് ബൈ താഴെയുള്ള 4 അതേപോലെ എഴുതി അല്ലെ. ഇൻറ്റു അടുത്തതോ 6 × 7 42 42 + 1 43 ബൈ താഴെ എത്രയാണ് 7 എന്ന് വരും. അപ്പൊ 7/4 × 43/7 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അപ്പൊ നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം 7 വെട്ടിക്കളയാൻ വേണ്ടി പറ്റും എന്ന് നമുക്കറിയാം അല്ലെ. ഇൻറ്റു വരുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഇവിടെയുള്ള സാധനമോ അല്ലെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങളോ വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് ബാക്കിയുള്ളത് എഴുതി വെക്കുമ്പോൾ എത്ര വരിക, 43/4 എന്നാണ് വരിക അല്ലെ. ഇനി 43/4 നമ്മൾ ചെറുതാക്കിയാൽ മതി. 43/4 ചെറുതാക്കുമ്പോൾ എത്ര കിട്ടാ, 4 4 ഒരു പ്രാവശ്യം അല്ലെ. 3 പോവോ ഇല്ല. അപ്പൊ നമ്മൾ 0 കയറ്റി എഴുതി, എന്നിട്ട് ശിഷ്ടമായിട്ടുള്ള 3 ആദ്യം എഴുതി, ഡിവൈഡഡ് ബൈ 4 എഴുതി. സോ 10.25 മണിക്കൂർ ആയിരിക്കും അവർ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടാവാം അല്ലെ. 10.25 മണിക്കൂർ എടുത്തിട്ടായിരിക്കും മൊത്തത്തിൽ അത് വായിച്ചു തീർന്നിട്ടുണ്ടാവാം.
സോ ഇങ്ങനെ വേണം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൻ വേണ്ടി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലെ? നമ്മൾ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തത് ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും ആണ്. സോ ഈ രണ്ട് ബേസും കൂടെ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്സ് ആയി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കുകളിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ കിടക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ ഏകദേശം ബേസിക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച മുതൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ അതുവരേക്കും അടുത്ത ആഴ്ചത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയോടെ കണ്ടുമുട്ടും. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.